മക്കളെടാ നമസ്കാരം. സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തമ്പ് കണ്ടതുപോലെ തന്നെ വീണ്ടും RRB എന്ത് ചെയ്തിരിക്കുകയാണ്, എക്സാം ഡേറ്റ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. പല തവണയായിട്ട് എക്സാം ഡേറ്റ് ഇങ്ങനെ RRB റിവൈസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇതിങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, ഒരു മാറ്റമുണ്ട്. ഡേറ്റുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇനിയും പരീക്ഷ എഴുതാനുള്ള, അതായത് റെയിൽവേയുടെ പരീക്ഷ എഴുതാൻ, അതായത് നമ്മുടെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാമിൻ്റെ ഡേറ്റ് മുൻപ് വന്നിരുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം എന്ത് ചെയ്താണ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ പോവുക. ഇതൊരു 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു നോട്ടീസാണ്. ഈ നോട്ടീസ് പ്രകാരം റെയിൽവേ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മക്കളെ നോക്കിക്കടാ. നമ്മുടെ RPF എക്സാം അല്ലേ, 1/2024 നോട്ടിഫിക്കേഷനിലുള്ള റെയിൽവേയുടെ RPF SI എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ എങ്ങനെയാണ് ഇനിയും 2/12/2024, 3/12/2024, 9/12/2024, 12/12/2024, 13/12/2024 എന്നിങ്ങനെയുള്ള 5 ദിവസങ്ങളിലായിട്ടായിരിക്കും എന്ത് നടക്കുക, RPF SIയുടെ എക്സാമിനേഷൻ നടക്കുക. ഓക്കെയാണേ. അപ്പോൾ റെയിൽവേ പോലീസ് ഫോഴ്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 2, 3, 9, 12, 13 എന്നീ ദിവസങ്ങളിലായിട്ട് ഡിസംബർ മാസമായിരിക്കും എന്ത് നടക്കുക, ഈ പറയുന്ന RPF SIയുടെ എക്സാമിനേഷൻ നടക്കുക. ഇനി രണ്ടാമത്തെ നോക്കിയടാ, 3/2024 എന്ന് പറയുന്ന JE അല്ലെ, ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ ഡേറ്റ് ആണ്. അതും കുറേയധികം ആളുകൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ നടക്കുന്നത് 3 ദിവസമാണ്. അതിൻ്റെ CBT 1 എക്സാമിനേഷൻ 3 ദിവസങ്ങളിലായിട്ടാണ് CBT 1 എക്സാമിനേഷൻ നടക്കുക. 16-ാം തീയതി 16/12, 17/12, 18/12 3 ദിവസങ്ങളിലായിട്ട് എന്ത് നടക്കും മക്കളെ, ആ CBT 1 എക്സാമിനേഷൻ, JEയുടെ CBT 1 എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിസംബർ മാസത്തിൽ തന്നെയാണ്. ദെൻ അടുത്ത് നോക്കിയാൽ 2/2024 ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എക്സാമിനേഷനാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എക്സാമിനേഷനാണ്. 2024 2/2024 നോട്ടിഫിക്കേഷനാണ്. ആ എക്സാമിനേഷൻ ആരംഭിക്കുന്നത് 19-ാം തീയതിയാണ്. ഡിസംബർ മാസം 19-ാം തീയതിയാണ്. 19/12/2024, 20/12/2024, 23/12/2024, 24/12/2024, 26, 28, 29 എന്നീ ദിവസങ്ങളിലായിട്ടായിരിക്കും എന്തെടുക്കുക, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ എത്ര ദിവസമുണ്ട് മക്കളെ, 1, 2, 3, 4, 5, 6, 7 ദിവസങ്ങളിലായിട്ടായിരിക്കും ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 പോസ്റ്റുകൾ, ഇപ്പോൾ ALPയുടെ എക്സാമിനേഷൻ എന്നാണ് ആരംഭിക്കുന്നത്, ALPയുടെ എക്സാമിനേഷൻ 25/11 ആരംഭിക്കുകയാണ് അല്ലേ. അതായത് ഇന്നു മുതൽ ALPയുടെ എക്സാമിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പരീക്ഷയൊക്കെ എഴുതി, അതിൻ്റെ ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നന്നായി പരീക്ഷയൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനിയും വരാനുള്ള പ്രധാനപ്പെട്ട എക്സാമുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള RPF SI പരീക്ഷയും അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയും ടെക്നീഷ്യൻ പരീക്ഷയും. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും നിങ്ങൾക്ക് മനസ്സിലായി. ഡിസംബർ മാസം 2-ാം തീയതി മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്തേക്കുക, ഇനി നിങ്ങളുടെ ലെവലപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ 25-ആണ് ദിവസം അല്ലേ, ഇന്ന് 25-ആണ്. ഇനി എത്ര ദിവസമുണ്ട് മക്കളെ, ഒരു 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ RPF SIയുടെ എക്സാമിനേഷൻ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് എത്രയാണ്, 16-ാം തീയതി അല്ലേ. അതായത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയറിൻ്റെ പരീക്ഷ വരികയാണ്. ഇനിയും ഒരു 10-20 ദിവസത്തിനടുത്ത് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടെക്നീഷ്യൻ പരീക്ഷയും വരികയാണ്. നന്നായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് തറവാക്കിക്കൊണ്ട് പോകാനുള്ള സമയമുണ്ട്. ഓർത്ത് വെക്കുക മക്കളെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും വരാനുള്ള പരീക്ഷ ഏതാണ്, RRB NTPC പരീക്ഷയാണ് അല്ലേ. RRB NTPC പരീക്ഷയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കി കാത്തിരിക്കുന്ന. RRB നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ള പോപ്പുലർ കാറ്റഗറികളിലേക്കുള്ള എക്സാമിനേഷനാണ്. പ്രധാനമായിട്ടും 2 കാറ്റഗറികൾ, UGയും ഉണ്ട് ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അല്ലേ. UG അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്, ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റുകളുമുണ്ട്. അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും ഗ്രാജുവേറ്റ് ആണെങ്കിലും 2 സെപ്പറേറ്റ് എക്സാമിനേഷൻസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. 2നും സെപ്പറേറ്റ് ആയിട്ട് എക്സാം ഉണ്ടാകും. അതിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് നമ്മുടെ ഗ്രാജുവേഷൻ ലെവലിലേക്കുള്ള പോസ്റ്റുകളുടെ എക്സാമിനേഷൻ നമ്മൾ ഏപ്രിൽ-മെയ് മാസത്തിലും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ എക്സാമിനേഷൻ മെയ്-ജൂൺ മാസത്തിലുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ബാച്ച് 3 RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടി ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട്
ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ സ്റ്റോറിൽ കാണപ്പെടുന്ന ബാച്ച് 3 RRB NTPC CBT 1ഉം CBT 2ഉം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഈ പറയുന്ന ഫീച്ചറുകളെല്ലാം നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മക്കളെ, വിളിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. അതായത് 82 82 81 22 33 66 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് കഴിയും. അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം എന്താണ്, ഇനിയൊരു ചോയ്സ് അകലെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, സമീപിക്കുക, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക. ഇനിയും ഒരു ടെലിഗ്രാം ചാനൽ സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന പേരിലുണ്ട്. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് നല്ല വിജയം ആശംസിക്കുന്നു. താങ്ക്